ഈ ഗ്രൂപ്പ് ഡാൻസിന്റെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? നമ്മൾ കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ നൃത്തരൂപങ്ങളെയും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കലാരൂപമാണത്. നമുക്ക് ഒരു പോർഷനിൽ വേണമെങ്കിൽ ഇത്തിരി ഭരതനാട്യം അവതരിപ്പിക്കാം, ഒരു പോർഷനിൽ നമുക്ക് ചവിട്ടുനാടകം കൊണ്ടുവരാം, ഒരു പോർഷനിൽ നമുക്ക് മറ്റെന്തെങ്കിലും കളരിപ്പയറ്റ് വരെ കൊണ്ടുവരാം, നാടോടി നൃത്തം കൊണ്ടുവരാം. ആ നിലയ്ക്കുള്ള ഒരു ഐറ്റമാണ് ഈ ഗ്രൂപ്പ് ഡാൻസ്. എത്രത്തോളം വെറൈറ്റി വരുന്നോ അത്രത്തോളം പോയിന്റ് കിട്ടും എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡാൻസിന്റെ ഒരു സവിശേഷത. അതുണ്ടല്ലോ, അത് നല്ല അന്തസ്സായിട്ട് രാഷ്ട്രീയത്തിലേക്ക് എടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എവിടെയാണ് ഇപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കെ സുധാകരൻ, ചെന്നിത്തലയുടെ ഒരു എക്സൈറ്റ്മെന്റ് ലെവലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ആലോചിക്കുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഡോക്ടർ അരുൺകുമാർ ഇലക്ഷൻ എക്സ്പ്രസുമായിട്ട് പോകുന്ന സമയത്ത് ഈ പുട്ടും പയറും പപ്പടം കൂടിയൊക്കെ കഴിക്കുന്നതിനിടയ്ക്ക് സുധാകരൻ പറയുകയാണ്, ഞാൻ ചെന്നിത്തലയെ പിന്തുണയ്ക്കും. സംശയമില്ല, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പറയുന്നത്. എന്നിട്ട് അതേ കെ സുധാകരൻ കേരളത്തിന്റെ ഭരണ നിർവഹണത്തിന് എത്രത്തോളം ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ KC വേണുഗോപാൽ എന്ന നീണ്ട കുറിപ്പ് കെട്ടിപ്പിടിച്ചുള്ള ഫോട്ടോയോടുകൂടെ പോസ്റ്റ് ചെയ്യുകയാണ്. ഫലം വന്ന 5 മിനിറ്റിനകം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്നാണല്ലോ PC വിശ്വനാഥ് ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത്. ഈ കമന്റുകളിൽ ഏറ്റവും അവസാനമായിട്ട് ഇതിന്റെ നോക്കുമ്പം VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. എറണാകുളത്ത് നിന്നാണോ മുഖ്യമന്ത്രി, ആലപ്പുഴയിൽ നിന്നാണോ മുഖ്യമന്ത്രി, ഡൽഹിയിൽ നിന്നാണോ മുഖ്യമന്ത്രി? കാരണം VD, KC, ചെന്നിത്തല എന്നതിനൊപ്പം വനിത എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിലാരുമില്ല നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ മോഹമില്ലാത്തവർ, ഭൈമീ കാമുകന്മാരല്ലാത്തവർ ഭൂമിയിലും സ്വർഗത്തിലും പാതാളത്തിലും ഇല്ല എന്ന അവസ്ഥയിലാണ് ഈ കസാരകളി നടക്കുന്നത്. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമായി വരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയെല്ലാം തന്നെ പൂർത്തിയാകണം. പക്ഷെ അതിനു മുൻപേ കോൺഗ്രസിൽ ഈ ചർച്ചകൾ വളരെ സജീവമാണ്. ആര് മുഖ്യമന്ത്രിയാകും? വലിയ തർക്കമാണ് സോഷ്യൽ മീഡിയയിൽ. ഇന്ന് രസകരമായ ഒരു സംഭവം ഞാൻ പറയാം. KC വേണുഗോപാൽ ഇന്ന് പാർലമെന്റ് വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന്റെ താഴെ ഉള്ള കമന്റ് മുഴുവൻ VD എന്ന് പറഞ്ഞാൽ മോദി കമന്റ് ബോക്സ്. അപ്പൊ ഈ നിലയിലാണ്. അപ്പം ഇപ്പോ KC പക്ഷ നേതാക്കളൊക്കെ പറയുന്നത് എന്താണ്? ഇത് മുഴുവൻ ഫേക്ക് അക്കൗണ്ട് ആണെന്നാണ്. ഇതിലേതാണ്ട് 60% ഫേക്ക് അക്കൗണ്ടാണ്. അപ്പോൾ ഫേക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള നീക്കം VD സതീശൻ തന്നെ നടത്തുന്നു എന്ന് മറുപക്ഷം ആരോപിക്കുന്നുണ്ട്. ഈ നിലയിൽ വലിയ പോരാണ്, നമ്മൾ അറിയാത്ത വലിയ പോരാണ്. പ്രത്യക്ഷത്തിൽ വന്ന് എല്ലാവരും പറയും ആരും ബഹളം വെക്കരുത്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്നൊക്കെ പറയും. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ വലിയ പോര് നടക്കുകയാണ്. വല്ലാത്തൊരു സന്തോഷം. ഞാൻ പറയുന്നത്, എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്, ജനവിധി വന്നാൽ വെറും അരമണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. 5 മിനിറ്റിനുള്ളിൽ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. 5 മിനിറ്റിൽ 50 ദിവസം എടുത്താലും തീരുമാനിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് വലിയ അടിയായി